ചൈന വിസിറ്റ് കഴിഞ്ഞ് നാട്ടിലെത്തിയതാണ്. ചൈനയെക്കുറിച്ച് തള്ളുമ്പോൾ നമുക്ക് ചിലപ്പം പ്രയാസം തോന്നും. ചൈന ബെസ്റ്റ്, നമ്മൾ മോശമാണ് എന്ന് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അത് സമൂഹത്തിന് അറിയിക്കുക, സമൂഹം എടുക്കുന്നതിന് അത് നല്ല രീതിയിൽ എടുക്കുക എന്നതാണ് എൻ്റെയൊക്കെ അല്ലെങ്കിൽ ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ പ്രധാന ഒരു പങ്കും. അപ്പം നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അത് ആരെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ചൈനയുടെ കണ്ടതിൽ നിന്ന് ചൈന എന്തുകൊണ്ട് വളരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ കാണുമല്ലോ എന്നതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ട വ്യത്യാസങ്ങളെ ഒന്ന് പറയുക എന്നുള്ളതാണ്. ഒരു 7 കാര്യങ്ങളെ വെച്ചുകൊണ്ട്, ഞാൻ കണ്ട പ്രധാനമായിട്ടുള്ളൊരു 7 കാര്യങ്ങളെ വെച്ചുകൊണ്ട് ചൈനയുടെ വളർച്ച എങ്ങനെയാണ് എന്ന് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണ്. അതുകൊണ്ട് 7 കാര്യങ്ങളെ വളരെ പെട്ടെന്ന് പറയുകയാണ്. വീഡിയോ അധികം വൈകാതെ അല്ലെങ്കിൽ മീൻസ് നീളം കൂടാതെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ദ ഫസ്റ്റ് തിങ് അവിടുത്തെ ആളുകളാണ്. ആളുകളുടെ ഒരു മനോഭാവമാണ്. അവർക്കൊരു അഗ്രസീവ്നെസ് ഇല്ല. നമ്മളൊരു വെട്ടിപ്പിടിക്കാവുന്നൊരു അഗ്രസീവ്നെസ് അവരിലെ കാണാനില്ല. അത് പീപ്പിളുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവർ എന്തിനേയും വളരെ ശുഭമായിട്ട് എടുക്കുന്നുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടാമതൊരു അർത്ഥം കാണുന്നില്ല എന്നതൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ബയറായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ വെറുതെ എൻക്വയറി ചെയ്യുന്നതാണ്, നമ്മൾ നോക്കാൻ വന്നിരിക്കുകയാണ്, എക്സിബിഷന് വന്നിരിക്കുകയാണ് എന്നൊരു ചിന്ത അവരുടെ പ്രവർത്തനത്തിൽ ഒരു തലത്തും കാണുന്നില്ല. അത് പീപ്പിളിനെ ശരിക്കും പറയേണ്ടതുണ്ട്. പീപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. പക്ഷെ ഫേസ്റ്റ് തിങ് ആണ് പറയുന്നത്, ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ആളുകളുടെ പെരുമാറ്റ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ചൈനയിൽ തോന്നി. അതിനെ വേണമെങ്കിൽ അവിടുത്തെ പീപ്പിൾ എന്ന് പറയാം. പീപ്പിളുടെ ഒരു പ്രത്യേകത, നമ്മുടെ പീപ്പിൾ മോശമാണെന്നോ നമ്മൾ മോശമാണെന്നോ ഇന്ത്യ മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു വ്യത്യസ്ത കാണുന്ന കാര്യങ്ങളെ പറയുകയാണ്. ആളുകൾക്ക് അഗ്രസീവ് വെട്ടിപ്പിടിക്കുക എന്ന ചിന്തയില്ല. പിന്നെ എല്ലാത്തിനും ഒരു ശുഭമായി കാണുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും വാങ്ങാൻ വന്ന ആളായിട്ട് കാണുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ പ്രത്യേകതകൾ. രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടുത്തെ റൂൾസ് ആണ്. റൂൾസ് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് മുഴുവൻ അറിയണമെന്നില്ല, പക്ഷേ അവിടെ കൃത്യമായ റൂൾസ് ഉണ്ട്. റൂൾസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ടറിവാണ്, അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ അറിഞ്ഞാൽ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന അറിവ് ലഭിച്ചാൽ ആ കക്ഷിനെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പുറം ലോകം കാണില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭവിഷ്യത്തിൽ അതിൻ്റെ കൂടുതൽ ഡെപ്തിലേക്കൊന്നും അറിയില്ല. സിമ്പിളായിട്ട് ഒരാൾ പറഞ്ഞതാണ്, പിന്നെ അവൻ പുറം ലോകം കാണില്ല, മാത്രമല്ല അവൻ്റെ ഓർഗൻസ് മറ്റാളുകളിൽ ജീവിക്കും. ഈ ഒരു മെസ്സേജ് അവിടുത്തെ സാധാരണ ജനങ്ങളിൽ ഉണ്ടെങ്കിൽ അവർ ഡ്രഗ്സിന് സപ്പോർട്ട് ചെയ്യില്ല, നല്ല ഭയം ഉണ്ടായിരിക്കും. ഈ ഒരു റൂൾസ് പലപ്പോഴും നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, നമ്മൾ പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടുന്നു. അഡമൻ്റ് ആയിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പെഡസ്ട്രലിൽ നമ്മൾ കാലെടുത്ത് വെച്ചാൽ 3, 4, 5 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ അപ്പുറം തന്നെ വണ്ടി നിർത്തിയിരിക്കും. അപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി നിർത്തണം എന്നുള്ള റൂള് അതവിടെ സ്ട്രോങ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. അത് റൂൾസിനെ, നമ്മുടെ അവിടെയും റൂൾസ് ഉണ്ട്, നമ്മുടെ അവിടെയും പല കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണ്? ഇപ്പം നമ്മൾ ഒരാളെ ഒരു സംസാരത്തിലൂടെ അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ജാമ്യത്തിന് വിട്ടു. ഇത് രണ്ടും ശരിയാണോ തെറ്റാന്ന് പറയുന്നല്ല. ആ റൂൾസിന് നോക്കിക്ക് ഒരു സ്ട്രോങ്, ഒരു പവർ ഇല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം എന്ന തോന്നൽ ആ സമൂഹത്തിന് ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലായി എന്നതാണ് പറഞ്ഞ 2 കാര്യം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. മൂന്നാമത്തത് അവിടെ ഇൻഫ്ര. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻഫ്ര അവർ ഒരുക്കുന്നത്, ഇത് നമുക്ക് തോന്നും ഒരു 4 ദിവസം ചൈനയിൽ പോയപ്പോൾ തള്ളുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ മെയിൻ റോഡുകളും പോകുന്നത് ആകാശത്തുകൂടിയാണ്. ഉദ്ദേശിച്ചത് എല്ലാം മുകളിലൂടെ പാലത്തിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ വഴിയൊക്കെയാണ് പോകുന്നത്. അത് മുകളിലൂടെ പോകുന്ന റോഡുകളാണ് മെജോറിറ്റി. അപ്പം സിഗ്നൽ സിസ്റ്റം വളരെയധികം കുറവാണ്. അതായത് അവിടെയുള്ള സാധാരണ ജനങ്ങൾ പോലും അവർ എന്താ പറയുക, ഗൂഗിൾ മാപ്പ് അല്ല, അവരുടെ വിചാറ്റിനകത്തുള്ള ഒരു മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം അവർക്ക് പോലും ഡയറക്ഷൻ മാറിപ്പോകും. കാരണം അവിടെ നിർത്തുന്നില്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ഇൻഫ്രയുടെ റോഡുകളാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഇപ്പം ഞങ്ങളൊരു 1400 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് യു വരെ പോയി. ആ പോണ സമയത്ത്
നമുക്ക് കാണുന്നത് ഒരു സ്ഥലത്ത് കുറെ കെട്ടിടങ്ങൾ, 100-500 കെട്ടിടങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ പിന്നെ ഒരു 10-50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വീണ്ടും 10-500 കെട്ടിടങ്ങൾ കാണുന്നത്. ആ കെട്ടിടങ്ങൾ മുഴുവൻ 10-20-30 നിലകളുള്ള കെട്ടിടങ്ങൾ ഒരു ടൗൺഷിപ്പ് പോലെ നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടുവരുന്ന ഒരു ടൗൺഷിപ്പിനെ പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച് മനസ്സിലായത്, അവിടെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കാനുള്ള റൂൾസ് അവിടെ ഇല്ല. പകരം ഗവൺമെന്റ് ബിൽഡിംഗ് പണിതു കൊടുക്കും, അതിലാണ് അവർ അത് വാങ്ങാനാണ് പറ്റുള്ളൂ. അപ്പം എന്താ വെച്ചാൽ യൂണിഫോമിറ്റി, ഒരുപോലെയുള്ള വീടുകൾ, ഒരുപോലെയുള്ള റോഡുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. റോഡുകൾ നോക്കുവാണെങ്കിൽ റോഡുകളുടെ വലിയ ഫ്ലൈ ഓവേഴ്സിൻ്റെ ഒക്കെ 2 സൈഡിലും ഏകദേശം ഒരു 10-20 അടി ഹൈറ്റിൽ ഇങ്ങനെ മറച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് എന്തിനാ മറച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഇതിൽ പോകുമ്പോൾ തൊട്ടടുത്ത് ഫ്ലാറ്റിലേക്ക് ഈ സൗണ്ട് പൊല്യൂഷൻ വരാതിരിക്കാനും പൊടി വരാതിരിക്കാനും വേണ്ടിയിട്ട് റോഡിന്റെ 2 സൈഡിലും വിൻഡോ പോലെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർ എത്രമാത്രം അത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഫ്രയുടെ കാര്യം പറയുകയാണെങ്കിൽ. അതായത് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും വെർട്ടിക്കലിയാണ് ഗ്രോത്ത് ചെയ്തിരിക്കുന്നത്. ചെറിയ വില്ലാസ് വളരെ ചെറിയ തരത്തിലേ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് 100 ഫ്ലാറ്റ് കാണുമ്പോൾ അതിനകത്ത് ഒരു വില്ലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇൻഫ്ര ഒരുക്കുന്നത്, അതായത് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ 5000 ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത് ഒരു എയർപോർട്ടിനേക്കാളും വലിയ ഇൻഫ്രയിലാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത് വലിയ ഇൻഫ്രയാണ്. ആ ഇൻഫ്രയ്ക്കകത്താണ് റെയിൽവേ സ്റ്റേഷൻ. അത് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന പോലെ പ്രൊസീജിയറാണ്. പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു, ഉള്ളിൽ കിടക്കുന്നു. 15 മിനിറ്റ്സ് മുൻപ് മാത്രമേ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുള്ളൂ. വണ്ടി വന്നിട്ട് ക്യൂക്കായിട്ട് കയറി അടയ്ക്കുക. അതിനകത്ത് പുകവലിക്കാൻ പാടില്ല, ആരും പുകവലിക്കുന്നില്ല. വളരെ നീറ്റായിട്ടുള്ള എൻവയറമെന്റ് ആണ് അതിനകത്ത്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്, ഇത് മുഴുവൻ പറയാൻ സമയമില്ല, അവർ ഒരുക്കിയിരിക്കുന്ന ഇൻഫ്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇൻഫ്രയും വളരെയധികം സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, അവരുടെ ക്രിയേറ്റിവിറ്റി. നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറയുന്നത്, എല്ലാം പറയും നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അവരുടെ ക്രിയേറ്റിവിറ്റി പലപ്പോഴും നമുക്ക് കാണാം. ഒരു വണ്ടിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്കൂട്ടർ ആണെങ്കിൽ, സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ നമ്മൾ കോട്ട് വെയർ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ നമ്മുടെ കൈകൾ നനയില്ലേ? അപ്പൊ കൈകൾ നനയാതിരിക്കാനായിട്ട് സ്കൂട്ടറിനകത്തു കൂടെ കൈകൾ പിടിക്കാൻ പറ്റുന്ന, അതായത് ഈ കോട്ടിനകത്തൂടെ കൈകൾ അതിന്റെ ഹാൻഡിൽ പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഓവർ കോട്ടുകളുണ്ട്. അതായത് വണ്ടി മുഴുവൻ ഫ്രണ്ട് ഭാഗം മറിഞ്ഞിട്ടുണ്ട്, അതിൽ കൂടെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും, ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ബെൻസ് പോലെ ഒരു വണ്ടി ഹയർ ചെയ്തു. അപ്പൊ ഞങ്ങൾ 3 പേരെ കയറിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നല്ല ഇൻഫ്ര, നല്ല സ്റ്റൈലും വണ്ടി. ഡോറ് തുറന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് 7-8 പേർക്ക് ഇരിക്കാം. ഞങ്ങൾ 3 പേരേ ഉള്ളൂ എന്നത് കണ്ടപ്പം അദ്ദേഹം ഒരു സ്വിച്ച് അമർത്തി. അപ്പോൾ അവിടെയുള്ളൊരു 2-3 സീറ്റുകൾ ഓട്ടോമാറ്റിക്കലി സൈഡിലേക്ക് ഫോൾഡായി. നോക്കി, അതേ വണ്ടി തന്നെ വേണമെങ്കിൽ കുറച്ച് ലഗേജ് കയറ്റാനും പാസഞ്ചർ എടുക്കാനും പറ്റുന്ന വിധത്തിലേക്കുള്ള വണ്ടികൾ. അതായത് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി അവർ കസ്റ്റമൈസ് ചെയ്തിരിക്കുക. അത് സ്കൂട്ടറായിട്ടും ഓട്ടോറിക്ഷയായിട്ടും നമുക്ക് കാണുന്നതിനൊക്കെ പലതരത്തിലുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ക്രിയേറ്റിവിറ്റി, ആ സ്മാർട്ട്നെസ് ചൈനയെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് എന്ന തോന്നുന്ന ക്രിയേറ്റിവിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, നമ്മുടെ അവിടെ ഇന്ത്യക്കകത്താണ് പറയുന്നത്, ജെൻഡറിന്റെ ഒരു വ്യത്യാസം, ആണ് പെണ്ണ് വ്യത്യാസം പലപ്പോഴും പല ഭാഗങ്ങളിലും റിഫ്ലക്ട് ചെയ്യും. ഇവിടെ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലെന്ന് തന്നെയല്ല, ഒരു പരിധി വരെ ജെൻഡറിനകത്ത് സ്ത്രീകൾ കുറേയും കൂടെ ആക്റ്റീവാണ്. ഒരു 10 പേരുണ്ടെങ്കിൽ 8 പേരും അതിനകത്ത് ഫ്രണ്ട് എൻഡിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു 2% അവരുടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന തരത്തിലേക്കൊക്കെ, ഹസ്ബൻഡ് ഇനി സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തരത്തിലേക്ക് മാറണമെന്ന് പറയാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് തോന്നുന്നു അവർ കുറേ കൂടെ ആക്റ്റീവായിട്ട് ഇന്റർപേഴ്സണൽ സ്കില്ലോട് കൂടെ മുന്നിൽ നിന്ന് കളിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പറയില്ലേ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ലേഡി അക്കൗണ്ടന്റിനെ വെക്കുവാണെങ്കിൽ, ലേഡീസിനെ വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലേഡി സ്റ്റാഫിനെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് ആണുങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയാനല്ല, അങ്ങനെ പലരും ഇന്റേണലി പറയാറുണ്ട്. അതായത് അവരെ അക്കൗണ്ട്സിനെ ഏൽപ്പിക്കാം, അവർ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയും. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും സ്ത്രീകളുടെ ഹോട്ടൽ ഭക്ഷണത്തിന് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളുടെ വിപുലമായൊരു പതിപ്പ് നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും. സ്ത്രീകൾ എപ്പോഴും ഫ്രണ്ട് എൻഡിൽ വളരെ ആക്റ്റീവായിട്ട്, ഈവൻ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ടാക്സിക്കകത്ത് പോലും സ്ത്രീകളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. ഭാഷ പോലും ഇല്ലാതെ അവർ ഇന്ററാക്ട് ചെയ്യും.
ജെൻസാണെങ്കിൽ അവരിങ്ങനെ ഇരുന്ന് ഓടിച്ചു പോകുന്നുണ്ട്, അല്ലാതെ കാര്യമായിട്ട് ഇൻട്രാക്ഷൻ അത് വരുന്നില്ല എന്ന് തോന്നിയൊരു ഡിഫറൻസ് ആണ്. അത് ജെൻഡർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല, ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ലാതെ അവർ എല്ലാ മേഖലകളിലുണ്ട്. പരിധിവരെ സ്ത്രീകൾ കുറച്ചുകൂടെ മുൻപന്തിയിലുണ്ട് എന്ന തോന്നൽ വരുന്നു. മറ്റൊരു കാര്യം, അതായത് ഇവർ ഒരു ഐഡന്റിറ്റി സീക്കേഴ്സ് അല്ല. ഐഡന്റിറ്റി സീക്കേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നോക്കിക്കേ, നമ്മുടെ റോട്ടിൽ ഒരു 30,000 രൂപ സാലറി കിട്ടുന്ന ഒരു നല്ല ഒരു പുതിയ ഫ്രഷർ, അവർ 2 മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ 3-ാമത്തെ മാസം അവനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവേ. ആ വണ്ടി മിക്കവാറും 2 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ ആയിരിക്കും ബൈക്ക്. നമ്മുടെ പ്രത്യേകതയില്ലേ? അതായത് അത് എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല ഇൻഫ്രയിലാണ് ഞാൻ കഴിയുന്നത് എന്നോ, അല്ലെങ്കിൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് നമ്മളത് നമ്മുടെ 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 എന്താ പറയുക, നമ്മൾ വാങ്ങുന്ന ബിലോങ്ങിങ്സിൽ അത് ആഡ് ചെയ്യും, പ്രോപ്പർട്ടീസിൽ ആഡ് ചെയ്യും. ഇത് അവിടെ കാണാനില്ല. ഞാൻ കണ്ട സ്ഥലങ്ങളിലാണ് കേട്ടോ പറയുന്നത്. ഞാൻ കണ്ട 2 ടൗണിൽ 15 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു വലിയ ബൈക്ക്, ഒരു 100cc എബവ് ഉള്ള ബൈക്കുകൾ ഞാൻ വളരെ കുറവേ കണ്ടുള്ളൂ. ഒട്ടുമുക്കാൽ പേരും 90% ആളുകൾ ഉപയോഗിക്കുന്നത് ചെറിയ വെഹിക്കിൾസ് ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ച് അവർ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. ടൗണിലാണ് പറയുന്നത്, ഗ്രാമങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഒരു വലിയ ബൈക്കിനെ കണ്ടില്ല. വളരെ 100 ബൈക്ക് പോണ സമയത്ത് ഒരെണ്ണമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ അന്ന് വിചാരിച്ച അവിടെ വലിയ വെഹിക്കിൾസ് ഇല്ലാന്നല്ല കേട്ടോ, വലിയ കാറുകളും വളരെ വില കൂടിയ കാറുകളും ഉണ്ട്. അത് എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ഹൈ എൻഡ് ടീം, അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ എന്ന് പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ അവിടെയുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരെന്ന് പറയുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ, എക്സിക്യൂഷൻ, ഇംപ്ലിമെന്റിങ് കാര്യങ്ങൾ നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ മീഡിയം അതായത് മിഡിൽ ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ് ഒരു പക്ഷേ നമ്മുടെ ഐഡന്റിറ്റി സീക്കിങ്ങിന് പ്രാധാന്യം വരുന്നത്. കാരണം ഈ മിഡിൽ ക്ലാസ്സിനകത്തുള്ള ആളുകളുടെ എപ്പോഴും ചിന്ത, അവർ ഹൈ എൻഡ് ആണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പണത്തിൻ്റെ EMI അടക്കം എക്സ്ട്രാ എടുത്തിട്ട് അവർ റിച്ച് ക്ലാസിൻ്റെ ഒപ്പാന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്ന സമൂഹം നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. ഇത് ഞാൻ ചൈനയിൽ അധികം കണ്ടില്ല എന്ന് എൻ്റെ അറിവിലാണ് പറയുന്നത് കേട്ടോ. അത് വളരെ പ്രത്യേകം തോന്നി. കാരണം അവർ മറ്റുള്ളവർ എന്ന് ഞാനവിടെ ചോദിച്ച് മനസ്സിലാക്കിയത്, അവരുടെ വരുമാനത്തിൻ്റെ നല്ല പെർസെൻറ്റേജും അവർ സേവിങ് കാറ്റഗറിയിലേക്കൊന്നുമില്ല. അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡ്രസ്സിനകത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ നീക്കിയിരിപ്പിന് വലിയ ചിന്തയില്ലാത്തവരാണെന്നാണ് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കിട്ടിയത്. എന്നിരുന്നാലും അവർ ലൈക്ക് വണ്ടി എന്ന കാര്യങ്ങളിലൊന്നും അധികം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു തോന്നലും എനിക്ക് കിട്ടി. 7 കാര്യങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് ജനങ്ങളുടെ പ്രത്യേകത, മറ്റൊന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മറ്റൊന്ന് മറ്റൊന്ന് അവരുടെ ക്രിയേറ്റിവിറ്റി, സ്മാർട്ട്നെസ്, മറ്റൊന്ന് ജെൻഡർ ഡിഫറൻസ് ഇല്ല എന്നുള്ളതും, മറ്റൊന്ന് ഐഡന്റിറ്റി സീക്കേഴ്സ് അല്ല എന്നുള്ളതും. ഇനി ഇതിനകത്ത് അപ്പുറത്തേക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് കൂട്ടേണ്ടതായിട്ടുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ആളുകൾ. അതായത് ഞാൻ കണ്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അവിടെ ക്യാൻറ്റീനകത്ത് ക്ലീൻ ചെയ്യുന്ന ലേഡീസ് അവിടെയുള്ള ബർഗറിൻ്റെയും മറ്റും കവറുകൾ എടുക്കുന്ന സമയത്ത് ആ ക്യാൻറ്റീനകത്തിരിക്കുന്ന അവിടെ നിന്ന് ക്ലീൻ ചെയ്ത അതേ ലേഡികൾ തന്നെ അത് വേസ്റ്റിലേക്ക് ഇടുമ്പോൾ അപ്പം തന്നെ അതിൽ നിന്ന് ആ പേപ്പറിനെ, അതായത് കാർഡ്ബോർഡിനെ മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ഒരു ഹോട്ടലിൽ, നമുക്കൊരു വലിയ ഹോട്ടലിൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് അവരുടെ എന്താ പറയുക, ഭക്ഷണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനകത്തൊക്കെ അവരുടെ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അവർ മാനേജേഴ്സിനെ അവരുടെ സ്റ്റാഫിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മളവിടെ കാണാറ്. പക്ഷെ അവിടെ ഡിഫറൻസ് ഇല്ല. ബക്കറ്റ് മാനേജർ അടക്കം ടേബിൾ ക്ലീൻ ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് ഹയറാർക്കി എന്നത് ഇന്ന പണി ഇന്നയാൾക്കാണ് എന്നൊരു തോന്നിട്ട് തരാത്ത വിധത്തിൽ അവർ എന്ത് ജോലി എടുക്കാനും വളരെ ഹാർഡ് വർക്ക് ചെയ്യാനും തൽപരരാണ് എന്ന ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. അവിടെ ഈ ഹാർഡ് വർക്കിംഗ് ജനങ്ങളാണ് എന്നതിന് നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഒരു കാര്യം ഞാൻ പറയട്ടെ. അവിടുത്തെ സ്കൂൾ ടൈമിംഗ് രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെയാണ്. സ്കൂൾ ടൈമിംഗ് രാവിലെ 7 മുതൽ 9 മണി വരെയാണ്. അതായത് കുട്ടികളെ 14 മണിക്കൂറും സ്കൂളിലാണ്. എന്തിനാണെന്നറിയോ? ഈ വരുന്ന പാരൻസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ
കുട്ടികളെ സേഫായിട്ട് സ്കൂളിൽ നിർത്തുവാണ്. വേറെ കുട്ടികൾ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഈ വീട്ടമ്മമാരൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും കുറച്ച് ആങ്സൈറ്റി കൂടുതലാവും. അപ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ സ്കൂൾ ടൈമിംഗ് കുറച്ച് കൂടുതലാണ്. ഞാൻ അത് പറഞ്ഞു വരുന്നത്, അതായത് ചൈന എന്തിന് ഗ്രോത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നും നല്ലത് എടുക്കാം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുവാണ്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ഇവിടെയാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ, ചൈനയെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ മോശമാണെന്ന് പറയാനല്ല, കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് എവിടെ നിന്നെങ്കിലും എടുക്കണം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രാധാന്യം സ്ത്രീകൾ എപ്പോഴും മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകൾ മുൻപന്തിയിൽ വരുന്നതാണ് ഇനി അടുത്ത ഇന്ത്യക്ക് വേണ്ട ഇന്നോവേഷൻസ്. എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം കാണിക്കണം. കാരണം അവരുടെ പ്രത്യേക സ്കില്ല്, അവരുടെ ഇൻഡ്യൂഷൻസ് നമ്മുടെ ബിസിനസ് മേഖലയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വരും. അത്തരത്തിലേക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാകട്ടെ എന്നതുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ നടത്തി. ഒരിക്കലും ഇന്ത്യ മോശമാണെന്ന് പറയലല്ല, ഇന്ത്യ ദ ബെസ്റ്റ് ആണ്. അടുത്തൊരു 20 വർഷത്തിനകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ള രാജ്യമാണ്. അതിലേക്ക് അടുത്തൊരു ബെസ്റ്റ് ഇനീഷ്യേഷൻ എന്നുള്ളത് ഈ 7 കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടോ അത് കൊണ്ടുവരിക എന്നതും കൂടി ഉണ്ടാകണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ വലിപ്പമായി പോയി, ക്ഷമിക്കണം. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം, അഭിപ്രായങ്ങൾ അറിയണം, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയണം. അത് വെച്ചിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, താങ്ക് യു.